അങ്ങനെ ഞങ്ങൾ വോട്ട് ചെയ്തിറങ്ങി. എന്ത് തോന്നുന്നു? നല്ല നമ്മുടെ നാട്ടിലെ പോലെ പേപ്പർ സിസ്റ്റമാണ്, ഇലക്ട്രോണിക് വോട്ടിംഗ് സിസ്റ്റം ഒന്നുമില്ല. വെരി സിമ്പിൾ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളിന്ന് ഇംഗ്ലണ്ടിൽ ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോയി. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ നാട്ടിലെ പോലെ ഇലക്ട്രോണിക് സിസ്റ്റം അല്ല, ബാലറ്റ് പേപ്പറാണ്. ID കാണിക്കുക, വോട്ട് ചെയ്തിട്ട് പോരുക. നമ്മളൊരു നാട്ടിലെ പോലെ അങ്ങനെ ഒത്തിരി കാർഡ് അടുപ്പിച്ചൊരു പ്രചരണ പരിപാടിയൊന്നുമില്ല. ഞങ്ങൾക്ക് ആരാന്ന് പോലും കറക്റ്റ് അറിയില്ലായിരുന്നു കാൻഡിഡേറ്റ്സ്. നമ്മൾ ബാലറ്റ് പേപ്പർ നോക്കി വോട്ട് ചെയ്തിട്ട് പോകുന്നു. വളരെ സിമ്പിൾ. ഇഷ്ടപ്പെട്ടു. അതെ, വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നാട്ടിൽ ഞാനാണല്ലോ ആകെ ഒരു തവണ വോട്ട് ചെയ്തിട്ടുള്ളൂ. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പറ്റി. ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും, നമ്മുടെ നാട്ടിലെ പോലെയാണോ അതോ ഇവിടുത്തെ ആണോ എങ്ങനെയാണെന്ന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. എന്തായാലും ചെയ്തു. പിന്നെ അവിടെ വീഡിയോ എടുക്കാൻ അലൗഡ് ആണോ അല്ലാന്ന് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നേ. അപ്പം വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ID പ്രൂഫ് എന്ന് പറയുന്നത് BRP ആണ്. അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പാസ്പോർട്ട് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ BRP കാർഡ് ഇല്ലായിരുന്നു. ഞാൻ ലൈസൻസിന് വേണ്ടിയിട്ട് കൊടുത്തേക്കുന്നതുകൊണ്ട് എൻ്റെ കയ്യിൽ BRP കാർഡ് ഇല്ലായിരുന്നു. അപ്പം ഞാൻ ലൈസൻസിന് പകരം നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടാണ് യൂസ് ചെയ്തത്. അപ്പം അവർ ആദ്യം പറഞ്ഞു പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്തോ അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു കുഴപ്പമില്ല, ഇത് വെച്ച് നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. പിന്നെ സാധാരണ നമ്മുടെ നാട്ടിലെ പോലെ അല്ല, ഡിഫറെൻ്റാണ്. പേപ്പർ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ക്രോസ് മാർക്ക് ഇടുന്നു, നമ്മളൊരു ബാലറ്റ് ബോക്സിനകത്ത് കൊണ്ടുപോയി ഇടുന്നു. അങ്ങനെയാണ്. എനിക്കൊന്ന് അവരത് പിന്നീട് എടുത്തിട്ട് കൗണ്ട് ചെയ്യും. അങ്ങനെ ഒരു ഇതാന്ന് തോന്നുന്നു. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഗൂഗിളിൽ നമ്മൾ ചെക്ക് എലിജിബിലിറ്റി ഫോർ ഇലക്ട്രോണൽ രജിസ്ട്രേഷൻ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കൗൺസിൽ ഏതാണോ അതിലോട്ട് നമ്മൾ ഡയറക്റ്റ് ചെയ്യും. അപ്പോൾ കൗൺസിലിൽ നമ്മൾ ഒരു ഫോം ആപ്പുണ്ട്. ആ ഫോം അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ എലിജിബിൾ ആണോ അല്ലയെന്ന് അറിയാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് മെയിൽ വരും. അപ്പോൾ മെയിൽ കൂടെ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് നിങ്ങളുടെ കൗൺസിലിൽ പോയിട്ട് രജിസ്റ്റർ ഫോർ ഇലക്ടോറൽ എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്കൊരു ലിങ്ക് വരും. ആ ലിങ്കിൽ കൂടെ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മൾ എലിജിബിൾ ആണെങ്കിൽ അവർ നമുക്ക് ലെറ്റർ അയക്കും. അപ്പോൾ നമ്മുടെ പേരും അഡ്രസ്സും രജിസ്റ്റർ ആവും. പിന്നെ ID ആയിട്ട് ചെന്നാൽ മതി. അപ്പം എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും പുതുതായിട്ട് UK വന്നവരൊക്കെ വേഗം ഇതിൽ രജിസ്റ്റർ ചെയ്യുക. ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്താ പറയുക, ക്രെഡിറ്റ് സ്കോർ കൂടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. എന്തായാലും ചെയ്തിട്ടില്ലാത്തവർ ചെയ്യുക, പുതുതായിട്ട് വന്നവർ ചെയ്യുക. എല്ലാവർക്കും എന്താ പറയുക, നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. ഓക്കെ, ബായ്. എന്തായാലും ഞങ്ങളുടെ വീഡിയോ കണ്ടവർക്ക് ഒരുപാട് താങ്ക്സ്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ക്ലോസ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.